ഹലോ ഫ്ലൈവിലേഴ്സ്, ഇതാണ് ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബജാജ് പൾസർ NS 400Z എന്ന് പറയുന്ന മോഡൽ. ഇതിപ്പോൾ ബജാജിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലുതുമായിട്ടുള്ള ബൈക്കാണ്. സോ നമുക്ക് ഈ ബൈക്കിനെ കൂടുതൽ കിടക്കാം. വെൽക്കം ടു ഫ്ലൈ വീൽ. NS, ഇതിൻ്റെ ഫുൾ ഫോം നേക്കഡ് സ്പോർട്സ്. ഈ ഒരു ബാഡ്ജിങ്ങോടുകൂടി ആദ്യമായിട്ട് ഇറങ്ങുന്ന വാഹനം പൾസറിൻ്റെ 200NS മോഡലായിരുന്നു. 2012 ബജാജ് ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നത്. അന്ന് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ യുവാക്കളുടെ ഇടയിൽ ഒരു തരംഗം തന്നെയായിരുന്നു ഈ വാഹനം. അതിന് കാരണം നമ്മൾ ഇന്ന് കാണുന്ന അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണെങ്കിലും മോണോഷോക്ക് സസ്പെൻഷൻ, പിന്നെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ, ഇതൊക്കെ അന്നും ഈ വാഹനത്തിനകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അഫോർഡബിൾ പ്രൈസിംഗിലായിരുന്നു ഈ വാഹനം ലോഞ്ച് ചെയ്തത്. അതായത് എല്ലാവർക്കും തന്നെ ഒരു അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ടാഗ്. അതാണ് എന്നും പൾസർ. അത് അവർ അന്ന് നിലനിർത്തി. 200NS എന്നുള്ളത് പിന്നെ അതിനുശേഷം NS 200 ആയി മാറി. അതിനുശേഷം ഈ NS എന്നുള്ളൊരു ബാഡ്ജിങ് വേറെ രണ്ട് വാഹനങ്ങൾക്ക് ബജാജ് കൊടുക്കുകയാണ്. NS 125, NS 160, പിന്നെ NS 200 എന്നുള്ളത്. ഇതേ ഇപ്പോൾ NS 400 കൂടി വന്നിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഡിസൈൻ നോക്കാം. ഒറ്റ നോട്ടത്തിൽ ബജാജിൻ്റെ NS 200ൻ്റെ ഡിസൈൻ സിമിലാരിറ്റീസ് നമുക്ക് എല്ലായിടത്തും കാണാം. അത് വേണമെന്ന് വെച്ചാൽ ചെയ്തിട്ടുള്ളതാണ്. അത് മെയിനായിട്ടുള്ള കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റീവ്ലി ഇത് NS 400ൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലൈറ്റിംഗ് DRLs എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷേ അവരുടെ സെഡിൻ്റെ പേര് കൊടുത്താണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ഒരു സെഡ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇവിടെ ഒരു DRLs കാണാം. അതൊരു മാറ്റ് ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ LED പ്രൊജക്ട് ലാംപ്സാണ് വന്നേക്കുന്നത്. ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്, വളരെ നന്നായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ സൈഡിൽ ഇതിന് ഡിസൈൻ്റെ ഒരു തീമാണ് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പാനൽസ്. ആ ഫ്ലോട്ടിംഗ് പാനൽസ് നമുക്ക് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കാണാം. ഈ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഫ്ലോട്ടിംഗ് പാനൽസാണ് വന്നേക്കുന്നത്. അതിന് വാഹനത്തിൻ്റെ ഒരു കളർ കോഡിങ് കൊടുത്തേക്കുന്നു. ഇവിടെ ഒരു ചെറിയ കൗളിലത്തെ ഇൻഫർടൈൻമെൻറ്റ് സ്റ്റാർട്ട് ഇവിടെ നിന്ന് തുടങ്ങി. ഇവിടെയാണ് ഇൻഫർടൈൻമെൻറ്റ് ഇരിക്കുന്നത്. ഇൻഫർടൈൻമെൻറ്റ് ഒരു LCD പാനലാണ്. ഇത് ഞാൻ എൻ്റെ ലോഞ്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LCD പാനലാണിത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഫ്യൂസ് ചെയ്തിട്ടൊരു ഡോട്ട് മാട്രിക്സ് ഉണ്ട്. ഡോട്ട് മാട്രിക്സിൻ്റെ അകത്താണ് ഇതിൻ്റെ റൈഡ് മെട്രിക്സ്, പിന്നെ നമുക്ക് മെനുവിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ LCD പാനൽ നേരത്തെ പറഞ്ഞ ഞാൻ ചെറുതാണെങ്കിലും വളരെ റീഡബിൾ ആയിട്ട് LCD പാനലാണ്. എല്ലാം നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫ്യൂവൽ ഗേജ് ആണെങ്കിലും അത് കളേഴ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈസിലി നല്ല വെയിലാണെങ്കിലും നമുക്ക് വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ റൈഡ് മോഡ്സ് മാറുന്നത് കാണാൻ പറ്റും. പിന്നെ ഗിയർ സെലക്ടർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ തൊട്ടിപ്പുറത്തുള്ളതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഡോട്ട് മാട്രിക്സ് ഉണ്ട്. അതിൻ്റെ അകത്താണ് നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ടോഗിൾ ചെയ്യാനുള്ള ഇതൊക്കെ വന്നിരിക്കുന്നത്. അതിനാണ് മെനു ഓപ്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് ഇവിടെ ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ബൈക്സിനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ഇതുപോലെ USB കണക്ഷൻ, ഇതൊക്കെ നിർബന്ധമായി കഴിഞ്ഞു. അത് ഈ ബൈക്കിലും വന്നിട്ടുണ്ട്. ബട്ട് ഐ ഫീൽ അത് കുറേ പേർക്ക് ആവശ്യമുണ്ട്, കുറേ പേർക്ക് ആവശ്യമില്ല. എനിക്ക് എപ്പോഴും ഇതൊന്നും ശരിക്കും അങ്ങനെ യൂസബിൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം റൈഡ് ചെയ്യുമ്പോൾ എന്തായാലും ബൈക്ക് ഫോൺ കോൾസ് ഒന്നും എടുക്കാൻ പോകുന്നില്ല. ആൻഡ് ചിലപ്പോൾ മ്യൂസിക് കേൾക്കുമായിരിക്കും. അത് നമുക്ക് എന്തായാലും നമുക്ക് മാറ്റാവുന്നതാണ്. അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ ട്യൂബ്ലർ ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വന്നേക്കുന്നത്. സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസ് അല്ല. ഇത് ബജാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ട്യൂബ്ലർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ വന്നേക്കുന്നത്. അത് കുറച്ചും കൂടെ വെയിറ്റ് ബാലൻസിങ്ങും പിന്നെ കുറച്ചും കൂടെ സ്റ്റിഫ്നെസ്സിനും നമുക്ക് എയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഈ ഒരു ഹാൻഡിൽ ബാർ ഹൈഡ്രോഫോമാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ സ്റ്റിഫും റിജിഡുമാണ്. അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ വെരി ഹൈ ക്വാളിറ്റി. നമുക്ക് ശരിക്കും യൂസ് ചെയ്യുമ്പോൾ തന്നെ കയ്യിലേക്ക് നല്ല ഫീലുള്ള സ്വിച്ച് ഗിയറാണ്. അത് അത്യാവശ്യം അവർ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കൈ എത്തുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യാനായിട്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗിയർ ലിവേഴ്സ് ഉണ്ട് ഇവിടെ. നമുക്കിവിടെ ഗിയർ ലിവേഴ്സ് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പവറത്തെ യൂസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നേക്കുന്നത് ഈ മിറേഴ്സാണ്. മിറേഴ്സ് നമ്മൾ വേറൊരു ബൈക്കിലും കണ്ടിട്ടുണ്ടാവും. ഇതും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഡോമിനാർ എന്നാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറയുക ഇതൊരു ഫുള്ളി എഫക്റ്റീവ് അല്ല. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു 30% നമ്മുടെ കൈ വന്നിട്ട് കട്ട് ഓഫ് ആവുന്നുണ്ട്. അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാലും അത് നമ്മൾ കട്ട് ഓഫ് ആവുന്നുണ്ട്. അത് ഡോമിനാറിന്ന് എടുത്തിട്ടുള്ളതുകൊണ്ടായതുകൊണ്ടാണ്. ശരിക്കും പറയുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ലെങ്ത് ഉള്ളത് വേണം, എന്നാലും കുറച്ചും കൂടെ വ്യൂ കറക്റ്റ് ആവത്തുള്ളൂ. അതിനുശേഷം ബാക്കിലേക്ക് വരുമ്പോൾ ടാങ്കാണ്. ടാങ്ക് ഇതും നമുക്ക് സിമിലാരിറ്റീസ് എന്തായാലും ഫീൽ ചെയ്യും. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, NS 200ൻ്റെ സെയിം ടാങ്കിന് എവിടെയും ബോർ ചെയ്തേക്കുന്നത്. ഇങ്ങനത്തൊക്കെ ചെയ്തേക്കുന്നവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു പ്രൈസിൽ ഇവർക്ക് ഇറക്കാൻ പറ്റിയിരിക്കുന്നത്. പക്ഷേ അഡീഷണൽ ആയിട്ട് ഇവിടെ ഈ ഫ്ലോട്ടിംഗ് പാനൽസ് നമുക്ക് ഇവിടെയും കാണാം. അതൊരു ഫീച്ചറാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ റേഡിയേറ്ററിൻ്റെ ഗാർഡായിട്ട് ഇവിടെ വന്നേക്കുന്നു. അതൊരു നല്ല വൃത്തിക്ക് അത് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ആ റേഡിയേറ്റർ വന്നതിൻ്റെ ഒരു ഡിഫറൻസ്, ആ വലിപ്പം കൂടുതൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ അവർ നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
ഡിസൈൻ ഈസ് വെരി ടോപ്പ് നോച്ച്, ഒന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ആണ് എഞ്ചിൻ വരുന്നത്. ഇത് സെയിം ഡോമിനാറിൽ വന്നിരിക്കുന്ന 373cc സെയിം എഞ്ചിനാണ്, പ്രൊഡ്യൂസിങ് സെയിം 40 PS പവറും 35 Nm ടോർക്കും. പക്ഷേ ഇവിടെ വ്യത്യാസമുള്ളത് ഈ പവർ നമുക്ക് കിട്ടുന്ന ഈ 35 Nm ടോർക്ക് നമുക്ക് 3500 RPM തൊട്ടേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ട്രാക്റ്റബിൾ എഞ്ചിനാണ്, കുറച്ചും കൂടെ ഈ സിറ്റി ട്രാഫിക്കിനാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയാം. കാരണം നമുക്ക് അധികം ഗിയർ ചേഞ്ചസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു മെയിൻ വ്യത്യാസം അതിൻ്റെ ഈ പവർ ഫിഗേഴ്സ് നമുക്ക് ഡെലിവറി വ്യത്യാസം വരുന്നത് ബാക്കിലെ സ്പ്രോക്കറ്റിലാണ്. സ്പ്രോക്കറ്റ് ഇതിപ്പോൾ ഡോമിനാറിന് വന്ന് 45T തന്നെ സ്പ്രോക്കറ്റ് ആണെങ്കിൽ ഇത് 46 ആണ്. ആ വലിപ്പം കൂടുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് റൊട്ടേഷൻ, ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന റൊട്ടേഷൻ അവിടെ ബാക്കിലേക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ എഫക്റ്റീവ്ലി നമുക്ക് പവർ ഡെലിവറി, അതായത് ബാക്ക് ടയറിലേക്കുള്ള പവർ കൊടുക്കുന്ന രീതി കുറച്ചും കൂടെ സ്പീഡായിരിക്കും, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ആക്സിലറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് എന്തായാലും ഇത് കുറച്ചും കൂടെ വെയിറ്റ് കുറവാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ ഡോമിനാറിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ബൈക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്റ്റിൽ സെയിം എഞ്ചിൻ തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്ന ഇവിടെ ഫുഡ് പെഗ്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നു. ഇവിടെ റെയറും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ഇവിടെ ഒരു മോണോഷോക്കാണ്. മോണോഷോക്കും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്കാണ്. ഇത് കുറച്ചൊരു സ്റ്റിഫ് സസ്പെൻഷനിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് രാവിലെ ഒരു ട്രാക്ക് സെഷൻ ഉണ്ടായിരുന്നു, ട്രാക്ക് സെഷന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡ്സിൽ ഓടിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കടക്കാം, കുറച്ച് സ്റ്റിഫറായിരുന്നു. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയും ഈ പാനൽസ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റീവ്ലി പൾസറിൻ്റെ NSലെ ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് എല്ലായിടത്തും കാണാം. ഈ ഗ്രാബ് റെയിൽസ് ആണെങ്കിലും എല്ലാം ഒരുവിധം പാർട്സൊക്കെ തന്നെ ബോറോ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമിലാരിറ്റി ശരിക്കും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ടാഗ് വന്നേക്കുന്നു NS400Z എന്ന് പറയുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ടാബ് ബ്രേക്ക് ലൈറ്റ്സ് വന്നേക്കുന്നു. ഇവിടെ ഈ വന്നേക്കുന്ന മഡ് ഗാർഡാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ. അത് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. പിന്നെ സ്വിംഗ് ആംസ് ആണ്. സ്വിംഗ് ആംസും കാണാനൊക്കെ നല്ല സ്റ്റൈലായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആകെ മൊത്തം ഡിസൈൻ ഇതാണ്. എനിക്ക് ഡിസൈൻ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി ഗുഡ്, സ്പെഷ്യലി ഫോർ ദ പ്രൈസ്. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. ഇനി നമുക്കിതിൻ്റെ റൈഡും ഹാൻഡ്ലിങ്ങും എങ്ങനെയുണ്ട് നോക്കാം. അതിന് മുന്നേ ഇതിന് വന്നിരിക്കുന്ന വേറൊരു ഫീച്ചറാണ് ഈ ഷാമ്പെയിൻ ഗോൾഡ് ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ ഫോക്സ്. 43mm അപ്സൈഡ് ഡൗൺ ഫോക്സിന് വരുന്നത് ഈ സെയിം സാധനം ഇതിന് മുന്നത്തെ നമ്മുടെ പൾസറിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറായിരുന്നു അത്. ആ സെയിം സാധനം ഈ ഒരു കളർ കോമ്പിനേഷൻ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഷാമ്പെയിൻ ഗോൾഡ്, സാധാരണ എല്ലാവരും ഗോൾഡൊക്കെ കൊടുക്കൽ, പക്ഷേ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഈ ഷാമ്പെയിൻ ഗോൾഡ് കളർ കൊടുത്തത് ഇറ്റ് മേക്സ് ഹോൾ വേൾഡ് ഓഫ് ഡിഫറൻസ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൗള് കാണാൻ പറ്റും. അവിടെയും നമുക്ക് ഈ 400ൻ്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. അണ്ടർ ബോഡി എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത് ഇതിന്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ബാലൻസിങ് ഇപ്പോൾ കറക്റ്റായിട്ട് 51-49 നിൽക്കുന്നത്. അത് പ്രോപ്പറായിട്ട് നമുക്ക് 51-49 ആയതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയാൻ പറ്റുന്നുണ്ട് ബൈക്ക്. സോ ദിസ് തിങ്സ് ആൻഡ് നൗ നമുക്ക് റൈഡിൽ പോകാം. റൈഡിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ കേട്ടോളിക്കോളി. ഇനി നമുക്ക് പ്രോപ്പറായിട്ട് റൈഡിങ് ഹാൻഡ്ലിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റൈഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്ന റൈഡിങ് ട്രയാങ്കിൾ. അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റാൻസാണ്. നമുക്ക് അഗ്രസീവായിട്ട് നമുക്ക് പോകാനും പറ്റും. നമുക്ക് ഇച്ചിരി വൈഡ് സെറ്റാണ്, ഒരു വൈഡ് ഹാൻഡിൽ ബാസ് ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കാനും പറ്റും. എന്നാൽ ഇച്ചിരി കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാം. എവിടെയും നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ഔട്ടല്ല, കാലൊക്കെ അത്യാവശ്യം ഫ്രീ തന്നെയാണ്. അതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴും നമുക്ക് എന്തായാലും ഫെറ്റീഗ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഐ ഫെൽറ്റ് നമ്മളിന്ന് രാവിലെ പൂനെ തൊട്ട് ലോനാവലയുള്ള റൈഡായിരുന്നു. അതിൽ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷൻ ആയതുകൊണ്ട് എവിടെയും നമുക്ക് ഒരു പ്രശ്നം ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ നമ്മൾ കംഫർട്ടിൻ്റെ ഭാഗം സംസാരിക്കുമ്പോൾ ഇതിൻ്റെ സീറ്റ്സ് അത്യാവശ്യം നല്ല കുഷ്യനി ആയിട്ടുള്ള സീറ്റ്സാണ്. നല്ല പാഡിങ് ഉണ്ട്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഈ ബാഡ് റോഡ്സ് കൂടെ ഓടിച്ചിട്ടും ഒരിടത്തും ഒന്ന് ബ്രേക്ക് എടുക്കാനോ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് കംഫർട്ടബിൾ. അത് പറയുമ്പോൾ തന്നെ ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്ങിലാണ് ഇപ്പോൾ ഈ മോണോഷോക്ക് എടുക്കുന്നത്. സ്റ്റിഫായിരുന്നു, അത്യാവശ്യം ബൗൺസ് അടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അത് പറയുമ്പോൾ തന്നെ ഫ്രണ്ട് ഷോക്സ് ഇച്ചിരി സോഫ്റ്റ്വെയർ സൈഡാണ് നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലത്തെ നമ്മുടെ റൈഡ് ട്രാക്കിലായിരുന്നു. ട്രാക്കിന് ശേഷമാണ് നമ്മൾ റോഡിൽ ഓടിച്ചത്. ട്രാക്കിൽ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ട്രാക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും ബ്രേക്സിൻ്റെ ബൈറ്റ് ഇച്ചിരി കുറവാണ്. അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരുന്നു. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് പാഡ്സ് അവർ പ്രോപ്പറായിട്ടുള്ള ഹൈ പെർഫോമൻസ് ബ്രേക്ക് പാഡ്സ് അല്ല കൊടുത്തേക്കുന്നത്. അതവർ പറയുകയും ചെയ്തു. പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടുണ്ട് ബ്രേക്സ് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നു അത് എന്തായാലും ഒരു ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ടോ അവർ ബൈക്ക് സെല്ല് ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ ഒരു മാറ്റം എന്തായാലും വരുത്തിയിരിക്കും. ഒന്നെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ബൈക്കിനെ കൂടെ തന്നെ അവർ സെല്ല് ചെയ്തിരിക്കുന്നുള്ളത്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതുപോലെ തന്നെ നമ്മൾ ട്രാക്കിൽ വണ്ടി ഓവർ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഓവർ നമ്മൾ കോർണേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബൈക്ക് തിരിച്ച് വലിക്കാൻ ശ്രമിക്കുന്ന പോലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഈ കുറച്ച് ഫ്രണ്ട് ഷോക്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിൻ്റെ
വെയ്റ്റ് ബാലൻസിങ്ങിലും കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഡോമിനാറിൻ്റെ എഞ്ചിനാണ് കുറച്ചും കൂടെ ഒരു ലോങ് ഡിസ്റ്റൻസ് പോകുന്ന അങ്ങനത്തെ ലോങ് ടൂറർ ബൈക്കിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടൊരു എഞ്ചിനാണത്. ഐ ഫെൽറ്റ് സോ. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ തിരിച്ച് വലിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് കോർണർസ് എടുക്കാൻ നോക്കുമ്പോൾ ബൈക്ക് അത്രയും ഫ്രണ്ട്ലി അല്ല, നമ്മൾ വലിച്ച് ഇടേണ്ട ഒരവസ്ഥയാണ്. ബട്ട് ഒരിക്കലും അത് ബൈക്കിൻ്റെ പെർഫോമൻസിനൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം ട്രാക്കിൽ ഓടിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യും. ഇതൊരു ട്രാക്ക് ബൈക്ക് അല്ല കേട്ടോ, ഒബ്വിയസ്ലി ഇതൊരു ട്രാക്ക് ബൈക്ക് അല്ല. പക്ഷെ എന്നാലും ഞാൻ ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു. അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ഇച്ചിരി ഈ ബ്രേക്ക് കുറവുള്ളതിൻ്റെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, നമുക്ക് ഓവർ ഫുൾ കോൺഫിഡൻസോടെ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ട്രാക്കിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനം, നിങ്ങളെല്ലാവരും തന്നെ ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓടിക്കാൻ പോകുന്ന റോട്ടിൽ അതും സിറ്റി കണ്ടീഷൻസ്, അർബൻ ട്രാഫിക്, ഡെയിലി കമ്മ്യൂട്ടിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു വീക്കെൻഡ് ഒരു ലോങ് ഒരു എൻജോയബിൾ റൈഡായിട്ട്, ആ ഒരു ഭാഗത്ത് സംസാരിക്കുമ്പോൾ ഇതൊരു വളരെ ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു റൈഡിങ് ട്രയാങ്കിൾ ആണെങ്കിലും പൊസിഷൻ ആണെങ്കിലും നമുക്ക് സിറ്റി ട്രാഫിക്കിനകത്ത് വെരി ഈസി ടു റൈഡ് അറൗണ്ട്. നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടാൻ പറ്റുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് പോകാനാണെങ്കിലും ചെറിയ ബൈക്കാണ്. നമ്മുടെ NS 200-നെക്കാട്ടിലും ഇതിൻ്റെ സസ്പെൻഷൻ ഇപ്പോൾ കുറച്ചും കൂടെ റേക്ക് ഇതായിട്ടുണ്ട്. 1 ഡിഗ്രി ഇങ്ങോട്ട് ചെരിച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് ആയതുകൊണ്ട് ഒന്നാമത്തെ വീൽ ബേസിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു, കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട് വീൽ ബേസ്. ഡോമിനറേക്കാൾ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ NS തന്നെ കുറച്ചും കൂടെ കുറവാണ്. അതുകൊണ്ട് ഇത്രയും പവറുള്ള വണ്ടി നമ്മൾ കുറച്ചും കൂടെ മേളിലായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഡിറക്ഷൻസ് മാറ്റാൻ പറ്റുന്നുണ്ട്. അതൊരു വെരി ഗുഡ് അഡീഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു LCD പാനൽ വെരി ഈസിലി റീഡബിൾ. നമുക്ക് എല്ലാം കാണുന്നുണ്ട്, എല്ലാം വൃത്തി കാണുന്നതിന് പൊരി വെയിലാണ് ഇവിടെ. പൊരി വെയിലത്തും ഞാനിപ്പോൾ കണ്ണാടി വെച്ചിട്ടും കൂടി എനിക്കെല്ലാം റീഡബിളാണ്. ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും എനിക്ക് റീഡബിളാണ്. പിന്നെ ഇത് റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്. ഈ റൈഡ് ബൈ വയർ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്സലറേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കൊടുത്തതിന് ശേഷമാണ്, അതായത് ഒരു ചെറിയൊരു പ്ലേ ഉണ്ട്, ആ പ്ലേ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലേ കഴിഞ്ഞ് കറക്റ്റ് ആ പ്ലേൻ്റെ ഉള്ളിൽ നമുക്ക് ബൈക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമുക്ക് ആ ഫുൾ പവർ ബാൻഡ് ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞു ഡോമിനാർ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഡോമിനാർ എന്നുള്ള വ്യത്യാസം ഈ എഞ്ചിന് വരുന്നത് ബാക്കിലെ സ്പ്രോക്കറ്റ്സിലാണ്. ആ സ്പ്രോക്കറ്റ്സിൻ്റെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെവിടെയാണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പവർ ഡെലിവറിയിലാണ്. പവർ ഡെലിവറി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 40 PS പവറും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, 35 Nm ടോക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ 35 Nm ടോർക്ക് എന്ന് പറയുന്നത് 3500 RPM തൊട്ടേ നമുക്ക് കിട്ടുന്നത്. അതായത് ടോർക്ക് ബാൻഡ് ഫ്ലാറ്റാണ്. നമുക്ക് ആ ഫ്ലാറ്റ് ടോർക്ക് ബാൻഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ വെരി ട്രാക്റ്റബിളിൻ്റെ അർത്ഥം വെച്ചാൽ നമുക്ക് അധികം ഗിയർ മാറ്റാണ്ട് സുഖത്തിൽ വണ്ടി ഓടിക്കാം. മെയിൻ തിങ് അത് സിറ്റി ട്രാഫിക്കിലും പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു എഫിഷ്യൻസി സെൻട്രിക് ആയിട്ട് ഓടിക്കുന്നതാണെങ്കിൽ നമുക്കത് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഞാൻ ഇന്ന് 6th ഗിയറിൽ ഏകദേശം 50 വരെ പോയി നോക്കിയിട്ട് വലിച്ചു. അതായത് 2000 RPM തൊട്ടേ നമ്മൾ കൈ ഇങ്ങനെ ഓവർ കൊടുത്തിന് എന്തായാലും നോക്ക് ചെയ്യും. പക്ഷേ ഗ്രാജുവലി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരെ ബൈക്ക് പുള്ള് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് ഇതൊരു പെർഫോമൻസ്, അല്ലാണ്ട് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ഫോക്കസ്ഡ് ബൈക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആവശ്യം ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞത് റൈഡ് ബൈ വയർ ടെക്നോളജിയാണ്. റൈഡ് ബൈ വയർ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ റൈഡിംഗ് മോഡ്സ് 4 കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഒന്ന് റോഡ്, സ്പോർട്ട്, പിന്നെ റെയിൻ്റെയും പിന്നെ ഓഫ് റോഡിൻ്റെയും. റോഡും സ്പോട്ടും റെയിൻ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ABSൻ്റെ നമുക്ക് ഓഫും കൂട്ടലും കുറയ്ക്കലുണ്ട്. പിന്നെ അതുകൂടാണ്ട് പവർ ഡെലിവറി പോകുന്ന രീതി, റെയിനിലാണെങ്കിൽ ഓബ്വിയസ്ലി നമ്മൾ ഓവർ പവർ എടുത്തുന്നത് വല്ലാണ്ട് പോകരുത്, നമുക്ക് ട്രാക്ഷൻ കട്ടാവും. അപ്പോൾ ആ രീതിക്ക് ട്രാക്ഷനെ കൺട്രോൾ ചെയ്തിട്ടുള്ള റൈഡ് മോഡ്സാണ് ഡിഫറെൻറ്റ്. പിന്നെ ഓഫ് റോഡ് മോഡാണ് പിന്നെ 4ാമത്തെ. ഓഫ് റോഡ് മോഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാക്ഷൻ ഓഫ് ആക്കിയിട്ട് ABSനെ കുറച്ച് കുറയ്ക്കും. കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യില്ല, പക്ഷേ ABSനെ കുറച്ച് കുറയ്ക്കും. അപ്പോൾ എഫക്റ്റീവ്ലി നമുക്കൊരു ഫുൾ പ്രോപ്പർ ഓഫ് റോഡിങ് അല്ല, എന്നാലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് ഏത് ബൈക്കും വെച്ചിട്ടും ഏത് കാടും മലയൊക്കെ കയറി പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ കോളേജ് സ്റ്റുഡൻസ് പിള്ളേരെല്ലാവരും. അവർക്ക് ഈ ഒരു മോഡ് ശരിക്കും ഇഷ്ടപ്പെടും. കാരണം അത് അവർ പോകുന്ന മൊത്തം ട്രെയിൽസും അങ്ങനെയൊക്കെയാണ്, അല്ലാണ്ട് ഓഫ് റോഡിങ് അല്ല. ട്രെയിൽസിൽ ഇങ്ങനത്തെ ഒരു ഫീച്ചറായിരിക്കും എഫക്റ്റീവ് ആകുമ്പോൾ ഒന്ന് നമുക്ക് വലിച്ച് കയറ്റി കൊണ്ടുപോകാനായിട്ട്. സോ ഇത് വീണ്ടും ഞാൻ പറയുന്നത്, വാങ്ങിക്കാൻ പോകുന്ന ഒരാൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ട് ഒരു ജോലിക്ക് കയറിയ ഒരാളോ അല്ലെങ്കിൽ ഒരു ഡെയിലി കമ്മ്യൂട്ട് ഉണ്ട്, അത് പക്ഷേ ഒരു ലോങ് റൈഡിനും പോകണം, പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു ബൈക്ക്, അതാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്. പൾസേഴ്സ് എന്നും തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഇറങ്ങിയ കാലം തൊട്ടേ പൾസർ എന്നൊരു ബൈക്ക് ഇത്രയും പോപ്പുലറും ഇത്രയും പ്രീതി നേടാനുള്ള മെയിൻ കാരണം പവർഫുൾ ആയിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ബൈക്ക്. അത് ആ പ്രൈസ് പോയിൻറ്റിലാണ് കളി. 1.85 lakhs എന്ന
ഒരു അടിപൊളി പ്രൈസ് എന്ന് വെച്ചാൽ ഈ ബൈക്കിൻ്റെ മെയിൻ ഒരു ലൈഫ് ലൈൻ തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്. ഇവർക്ക് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഒരു അഡീഷണൽ ഫീച്ചറാണ്. അത് കൂടാതെ നമ്മൾ ഇതിന് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഉണ്ട്, ട്രിപ്പ് ആൻഡ് ബൈക്ക്, ലാപ്പ് ടൈമർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് റൈഡ് മോഡിലാണ് പിന്നെ നമ്മൾ ഈ 4 ഡിഫറെൻറ്റ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അതിപ്പോൾ നമ്മൾ വയ്ക്കും ഇങ്ങനെ പോയിട്ട് നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യം ബുദ്ധിമുട്ടല്ലെന്ന്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫേവറേറ്റ്സിൽ നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ഫേവറേറ്റ്സ് മാറ്റി കഴിഞ്ഞാൽ അപ്പും ഡൗണും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റൈഡ് മോഡ്സ് മാറ്റുന്ന രീതിയിലും ആക്കാം. ഇത് കൂടാണ്ട് ഇപ്പോൾ ഈ ഒരു USB പോർട്ട് വരുന്നുണ്ട്. USB പോർട്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു കവർ കൊടുത്ത് വന്നേക്കുന്നു ആ വെള്ളം കയറാതിരിക്കാനായിട്ട്. പിന്നെ ഇവിടെ എൻജിൻ കിൽ സ്വിച്ചും പിന്നെ മേളിലൊരു ഹാസാർഡ് സ്വിച്ച് ഉണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച്, ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്ന ഹോണ്, പാസ് ബീം ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുണ്ട്. ഈ അപ്സൈഡ് ഡൗൺ ഫോക്സും കാണാൻ രസമായിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ നിന്നുള്ള നമ്മുടെ ഈ വ്യൂ വെരി ഹൈ മാർക്കറ്റ്. നമ്മൾ ഇവിടെയാണ് നമ്മൾ ഈ വാങ്ങിക്കുന്ന ആൾ ഇരിക്കാൻ പോകുന്നത്. അവർക്ക് തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ ഒരു രീതിക്കും ഇതൊരു ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്തൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യത്തേ ഇല്ല ഒരു സ്ഥലത്തും. നമുക്ക് നിറ്റ് പിക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ ചെറിയ സാധനങ്ങൾ കാണെങ്കിലും എവിടെയും നമുക്ക് പക്ഷേ വേറെ ഒരു പ്രശ്നങ്ങളും ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് ബൈക്ക്. എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി കോമ്പറ്റീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഇതിനും കൂടുതൽ പ്രൈസാണ് ഈ ഒരു കാറ്റഗറിയിൽ. കാരണം ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുന്ന ബാക്കി എല്ലാ ബൈക്കും മോർ ദാൻ 2 lakh അല്ലെങ്കിൽ 2.5 lakhs മേളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസിങ് ഈ 1.85 lakhs പ്രൈസിങ് ഇറ്റ്സ് എ ഹ്യൂജ് പ്ലസ് പോയിൻറ്റ്. സോ ഐ ഫീൽ ദിസ് ഇസ് എ വെരി ഗുഡ് ബൈക്ക്. ഈ ബൈക്ക് ഇങ്ങനത്തെ ഈ ഒരു കാറ്റഗറി ബൈക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ബൈക്ക് എന്തായാലും ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ഉടനെ തന്നെ ഷോറൂംസിൽ ഈ ബൈക്ക് വരുന്നതായിരിക്കും. ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് എന്തായാലും ഒരു കമൻറ്റ് ഇട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടവർക്ക് ഉണ്ടെങ്കിൽ എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. സോ ദാറ്റ് വാസ് ഇറ്റ്. ഇതാണ് പുതിയ ബജാജിൻ്റെ NS 400Z എന്ന് പറയുന്ന മോഡൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.